കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് ULCC ഒറ്റത്തൂണിൽ നിർമ്മിക്കുന്ന എഞ്ചിനീയറിംഗ് വിസ്മയമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലെ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടുതൽ സുഹൃത്തുക്കളെ, നിങ്ങൾ മൊബൈലാണ് കാണുന്നതെങ്കിൽ ഒരു ലൈക്ക് തന്ന് ഫുൾ സ്ക്രീനായി തന്നെ കാണാൻ ശ്രമിക്കുക. കാരണം അതിൻ്റേതായ ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് വീഡിയോസ് ആസ്വദിക്കാൻ സാധിക്കും. അപ്പോൾ ഒറ്റത്തൂണിൽ വിസ്മയമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 29 സ്പാനാണ് ആകെ വരുന്നത്. ഏകദേശം 1.1 കിലോമീറ്റർ നമ്മുടെ കറന്തക്കാട് മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് നുള്ളിപ്പാടി സ്റ്റാർട്ടാകുന്നത് വരെയാണ് ഈ മേൽപ്പാലം വരുന്നത്. അപ്പോൾ ആകെ 29 സ്പാനിലായിട്ട് വരുന്ന മേൽപ്പാലത്തിൻ്റെ വർക്കൊക്കെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നുള്ളിപ്പാടി ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇപ്പോൾ സ്റ്റോപ്പായിരിക്കുകയാണ്. കാരണം നുള്ളിപ്പാടിയിൽ അണ്ടർപാസ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ 3000-ലധികം ആൾക്കാരുടെ ഒപ്പ് ശേഖരിച്ച് ഇപ്പോൾ കളക്ടർക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. നല്ല പ്രതിഷേധമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ULCCയുടെ എഞ്ചിനീയറിംഗ് വിസ്മയമാണ് നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ബോക്സ് ഗർഡറിലുള്ള പാലമാണ് വരുന്നത്. സാധാരണയായി നമ്മൾ കാണാറുള്ളത് പ്രീകാസ്റ്റ് ചെയ്ത് പാലത്തിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള നിർമ്മാണമാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ തകൃതിയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആകെ 29 സ്പാനിൽ 20 സ്പാനിൻ്റെയും വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി 9 സ്പാനിൻ്റെ വർക്കാണ് ഇനി പുരോഗമിക്കാൻ ബാക്കിയുള്ളത്. ആ വർക്ക് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മഴ കാരണം വർക്ക് അല്പം ലാഗാണ്. എന്നിരുന്നാലും നല്ല ഫാസ്റ്റായി തന്നെ 75% വർക്കും നമ്മുടെ തലപ്പാടി ചെങ്കള റീച്ചിൽ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും ഫാസ്റ്റായി തന്നെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന റീച്ചാണ് നമ്മുടെ ഈ കാസർഗോഡ് ജില്ലയിലുള്ള തലപ്പാടി ചെങ്കള റീച്ച്. മഴക്കാലമായതിനാൽ പല ഭാഗത്തും മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കണ്ണൂർ, ഇപ്പോൾ കാസർഗോഡ് ചട്ടഞ്ചാൽ ഭാഗത്തൊക്കെ കണ്ടതാണ്. നമ്മളിപ്പോൾ വടകര ഭാഗത്താണ് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ വാഗാടിൻ്റെ വർക്ക് നല്ല ലാഗായിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാസർഗോഡ് കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിൽ ഈ മേൽപ്പാലം വരുന്നതോടുകൂടി ഇപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡിലുള്ള ട്രാഫിക്കിന് നല്ലൊരു ആശ്വാസമാകും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ലോങ് വണ്ടികളൊക്കെ, ചരക്ക് വണ്ടികളൊക്കെ കാസർഗോഡ് ടൗണിലൂടെ പോകുമ്പോൾ നല്ല ഗതാഗത കുരുക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ പാലം വരുന്നതോടുകൂടി അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കറന്തക്കാട് ഭാഗത്ത് പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പാലത്തിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഇവിടെ ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ആയിട്ട് വർക്ക് ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 2 ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വലതു ഭാഗത്തായിട്ട് ഒരു മെർജിങ് പോയിന്റ് വരുന്നുണ്ട്. സ്ലോപ്പായിട്ടാണ് ഈ ഭാഗത്തൊക്കെ ആയിട്ട് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കറന്തക്കാട് കഴിഞ്ഞ് നമ്മൾ താളിപ്പടപ്പ് മൈതാനിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് കേട്ടോ. ഈ ഭാഗത്തേക്കായിട്ട് റോഡ് വർക്ക് ഫിനിഷ് ആയിട്ടുണ്ടെങ്കിലും റോഡ് പൂർണ്ണമായിട്ടും വാഹന ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടില്ല. കാരണം ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കൊക്കെ കുറച്ച് ഭാഗങ്ങളായിട്ട് ഫിനിഷ് ആകാൻ ബാക്കിയുണ്ട്. താളിപ്പടപ്പ് അണ്ടർപാസ് കഴിഞ്ഞ് നല്ല ഉയരത്തിലാണ് 6 വരിപ്പാത വരുന്നത്. 2 ഭാഗത്തായിട്ടും സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ അടുക്കത്ത് ബയൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ ആയിട്ട് വർക്ക് നേരത്തെ ഫിനിഷ് ആയതാണ്. എന്നിരുന്നാലും ഈ ഭാഗത്തൊക്കെ ആയിട്ട് ക്രാഷ് ബാരിയറിൻ്റെ വർക്കൊക്കെ കുറച്ച് ഭാഗങ്ങളിൽ ഫിനിഷ് ആകാൻ ബാക്കി. ബയലിൽ 2 വശത്തായിട്ടും ഇപ്പോൾ ഇവിടെ മെർജിങ് പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ മുതൽ ചെറിയൊരു ഡൈവേഷൻ വരുന്നുണ്ട്. നമ്മുടെ മംഗലാപുരം ഭാഗത്തേക്ക് 3 വരി കൂടിയാണ് വാഹന ഗതാഗതം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടതു ഭാഗത്തായിട്ട് സർവീസ് റോഡ് ഇപ്പോൾ ക്ലോസ്ഡ് ആക്കിയിരിക്കുകയാണ്. നമ്മുടെ കാസർഗോഡ് ഭാഗത്തേക്ക് സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ ആയിട്ട് കുറച്ച് ഭാഗങ്ങളിൽ ഇപ്പോൾ ക്രാഷ് ബാരിയറിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആകാൻ ബാക്കിയുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും റോഡ് തുറന്നു കൊടുത്തിട്ടില്ല കേട്ടോ. എന്നിരുന്നാലും നമ്മുടെ ഈ കാസർഗോഡ് തലപ്പാടി ചെങ്കള റീച്ചിൽ പണി ഫിനിഷായ ഭാഗത്തൊക്കെ ആയിട്ട് വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ട് കൂടാതെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഇവർ തുറന്നു കൊടുത്തിട്ടുണ്ട്. നമ്മളെ എരിയാൽ ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എരിയാലൊരു മേൽപ്പാലം വരുന്നുണ്ട്. MNBൻ്റെ വർക്ക് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇടതുവശത്തായിട്ട് മണ്ണിട്ട് വരുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ഭാഗത്തായിട്ട് MNBൻ്റെ വർക്ക് നടന്നിട്ട് ഈ മംഗലാപുരം ഭാഗത്തേക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട്. കാസർഗോഡ് ഭാഗത്തോട്ട് സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എരിയാലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ മണ്ണിട്ട് വരുന്ന വർക്കും റോഡിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ചെയ്യാൻ ബാക്കിയുണ്ട്. കാരണം ഇവിടെ വർക്ക് നാട്ടുകാരുടെ നേതൃത്വത്തിൽ അണ്ടർപാസ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസ് അനുവദിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ആയിട്ട് കുറച്ച് ഭാഗത്തായിട്ട് റോഡിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. ചെറിയൊരു അണ്ടർപാസ്സാണ് കേട്ടോ. ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസ്സാണ് ഇവിടെ ഏരിയയിൽ അനുവദിച്ചിട്ടുള്ളത്.
മഴ കനത്തതോടുകൂടി പല ഭാഗത്തും നമുക്ക് വെള്ളക്കെട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ ഇവർ കണ്ടെത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ ഏരിയയിൽ കഴിഞ്ഞ് 6 ലൈൻ റോഡ് 2 ഭാഗത്തായിട്ടും തുറന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇടതുവശത്തായിട്ട് ഇപ്പോൾ സർവീസ് റോഡ് തുറന്നു കൊടുത്തിട്ടില്ല, കാരണം ഏരിയയിൽ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് ഫിനിഷ് ആകാൻ ബാക്കിയുണ്ട്. അതുകൊണ്ട് നമ്മളെ വലതു ഭാഗത്തായിട്ട് ഇപ്പോൾ സർവീസ് റോഡ് മുഴുവനായിട്ടും തുറന്നു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ CPCRI ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ ഒരു മെർജിങ് പോയിന്റ് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ കാസർഗോഡ് ഭാഗത്തോട്ട് 6 ലൈന് കൂടിയാണ്, 3 വരിപ്പാത കൂടിയാണ് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ആയിട്ട് ലൈറ്റിങ്സിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ലൈറ്റിങ് ഫിറ്റ് ചെയ്ത കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. 2 വശത്തോട്ടും സർവീസ് റോഡ് കൂടിയും ഇപ്പോൾ കാസർഗോഡ് ഭാഗത്തോട്ട് നമ്മുടെ 6 വരി കൂടിയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ചൗക്കി പെട്രോൾ പമ്പിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചൗക്കി ഭാഗത്ത് ഈ പെട്രോൾ പമ്പിൻ്റെ അടുത്തായിട്ട് മെർജിങ് പോയിന്റ് വരുന്നുണ്ട്. ഈ ഭാഗത്തേക്കായിട്ട് ഏകദേശം വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. എന്നിരുന്നാലും ക്രാഷ് ബാരിയറിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആകാൻ ബാക്കിയുണ്ട്. അതുകൊണ്ട് ഇവിടെ മുതൽ ക്ലോസ്ഡാണ് കേട്ടോ റോഡ്. നമ്മൾ ചൗക്കി അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ ഏകദേശം ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാസർഗോഡ് ഭാഗത്തോട്ട് ഇപ്പോൾ 3 വരിയിലൂടി വാഹനങ്ങൾ പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ചൗക്കി അണ്ടർപാസിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു അണ്ടർപാസാണ് ഇവിടെ അനുവദിച്ചിട്ടുള്ളത്. ചൗക്കി അണ്ടർപാസ് കഴിഞ്ഞ് നമ്മൾ മംഗലാപുരം ഭാഗത്തോട്ട് പോകുമ്പോൾ ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ട് ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാസർഗോഡ് ഭാഗത്തേക്ക് ഇപ്പോൾ 3 വരി കൂടിയാണ് വാഹന ഗതാഗതം പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കല്ലങ്കൈ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വലതു ഭാഗത്തായിട്ട് ഒരു മെർജിങ് പോയിന്റ് വരുന്നുണ്ട്. ഈ ഭാഗത്തേക്കായിട്ട് ഏകദേശം വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ കുറച്ച് ഭാഗത്തായിട്ട് വർക്ക് ഫിനിഷ് ആകാൻ ബാക്കിയുണ്ട്. പിന്നെ ഇവിടെ ലൈറ്റിങ്സിൻ്റെ ഒക്കെ കുറച്ച് ഭാഗങ്ങളിൽ വർക്ക് ബാക്കിയുണ്ട് കേട്ടോ. ഇവിടെ മുതൽ ഒരു മെർജിങ് പോയിന്റ് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് ഓഫീസിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇടതുവശത്തായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു മെർജിങ് പോയിന്റ് വരുന്നുണ്ട്. വാഹനങ്ങൾ 2 ഭാഗത്തായിട്ട് ഇപ്പോൾ 6 വരി കൂടിയാണ് വാഹനങ്ങൾ ഗതാഗതത്തിനായി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2 വശത്തായിട്ടും സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വാഹന ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിരിക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഈ ലൈറ്റിങ്സിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. മാസങ്ങൾക്ക് മുമ്പൊക്കെ ഈ ഭാഗത്തൊക്കെ വർക്കൊക്കെ ഫിനിഷ് ആയതാണ്. അങ്ങനെ നമ്മൾ കല്ലങ്കൈ കഴിഞ്ഞ് കുന്നിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ റെയിൽവേക്ക് സമാന്തരമായിക്കൊണ്ട് തന്നെയാണ് നാഷണൽ ഹൈവേ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഇപ്പോൾ ലൈറ്റിങ്സിൻ്റെ ഒക്കെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. ഏകദേശം റോഡ് വർക്കൊക്കെ ഫിനിഷായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുന്നിൽ മുമ്പ് കുറച്ച് ഉയർന്നിട്ടാണ് റോഡ് വന്നിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഇടിച്ചിട്ട് ഇപ്പോൾ കുറച്ച് താഴ്ന്നിട്ടാണ് നാഷണൽ ഹൈവേ വരുന്നത്. ഇടതുവശത്തായിട്ട് ഇപ്പോൾ ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് ഫിനിഷ് ആകാൻ ബാക്കിയുണ്ട്. ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വലതുഭാഗത്തായിട്ട് നല്ല ഉയരത്തിലാണ് കേട്ടോ ഇവിടെ സർവീസ് റോഡ് വരുന്നത്. അപ്പോൾ ഇവിടെ മുതൽ സർവീസ് റോഡ് വാഹനഗതാഗതത്തിനായിട്ട് 2 ഭാഗത്തായിട്ടും തുറന്നു കൊടുത്തിട്ടുണ്ട്. മൊഗ്രാൽ കുന്നിൽ കഴിഞ്ഞ് മൊഗ്രാൽ പുത്തൂർ ടൗണാണ് ഇനി വരുന്നത്. മൊഗ്രാൽ പുത്തൂർ ടൗൺ വരെ റോഡ് വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെ വരുന്നത് മൊഗ്രാൽ പാലാണ്. ഇവിടെ മുതലൊക്കെ വർക്കൊക്കെ ഏകദേശം ഫിനിഷായിട്ട് വാഹനങ്ങൾ 2 ഭാഗത്തോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്രാഷ് ബാരിയറിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആകാൻ ബാക്കിയുണ്ട് കേട്ടോ. മൊഗ്രാൽ പുത്തൂർ ടൗണിൽ അണ്ടർപാസ് വരുന്നുണ്ട്. അണ്ടർപാസിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് വാഹനഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊഗ്രാൽ പുത്തൂരിൽ ചെറിയൊരു അണ്ടർപാസാണ് അനുവദിച്ചിട്ടുള്ളത്. മൊഗ്രാൽ പുത്തൂർ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതുമുതൽ റോഡ് വർക്ക് ഇനി ഫിനിഷ് ആകാൻ ബാക്കിയുണ്ട്. കാരണം മൊഗ്രാൽ പാലമാണ് ഇനി വരുന്നുണ്ട്. പാലത്തിൻ്റെ വർക്ക് നല്ല രീതിയിൽ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വലതുവശത്തായിട്ട് ഇപ്പോൾ റോഡ് സെറ്റാക്കിയിട്ട് വാഹന ഗതാഗതം കാസർഗോഡ് ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടതുഭാഗത്തായിട്ട് ഇപ്പോൾ നിലവിലെ നാഷണൽ ഹൈവേ കൂടിയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ റോഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മഴ കാരണം ഇപ്പോൾ വർക്ക് അല്പം ലാഗാണ്. ഇവിടെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വെള്ളക്കെട്ട് കാണാം നമുക്ക്. മഴ കാരണം വർക്ക് എല്ലാ ഭാഗത്തും ലാഗാണ്. അപ്പോൾ നമ്മൾ മൊഗ്രാൽ പാലത്തിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മൊഗ്രാൽ പാലത്തിൻ്റെ വർക്ക് ഏകദേശം ഫിനിഷിംഗ് ഘട്ടത്തിലാണ്. അപ്പോൾ മൊഗ്രാൽ പാലത്തിൻ്റെ വർക്കൊക്കെ ഏകദേശം കഴിയാറായി. ഇപ്പോൾ 2 സ്പാനുകൾക്കിടയിൽ ഇനി കോൺക്രീറ്റ് വർക്ക് മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ മൊഗ്രാൽ പാലം വരെയുള്ള വർക്ക് അപ്ഡേറ്റ്സ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.
കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായും രേഖപ്പെടുത്തണേ. കൂടാതെ മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു പുതിയ വീഡിയോ അപ്ഡേറ്റ്സുമായി വരാം. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ബൈ ബൈ.